നമസ്കാരം. മുരുക്കുമ്പുഴ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ശാന്തിഗിരി ഫെസ്റ്റിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇന്ന് ഡിസംബർ 31, 2024 ഡിസംബർ 31 ശാന്തിഗിരി ഫെസ്റ്റിൻ്റെ രണ്ടാം ഭാഗം ഫ്ലവർ ഷോയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത്. അങ്ങനെ ഇന്ന് നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. കുട്ടികൾക്ക് ആദ്യം ഈ തുടക്കമായിട്ട് ഫ്രീ ആണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്, അലങ്കാരങ്ങളും കാണപ്പെടുന്നത്. താമര ഒരു മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അവിടെയും നമുക്ക് ഒരുപാട് പൂക്കൾ, അതായത് ഒരുപാട് പുഷ്പങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ഫ്ലവർ ഷോ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. എങ്ങും വളരെയധികം പുഷ്പങ്ങളാണ്. പുഷ്പങ്ങൾ കൊണ്ട് ഒരു അഭിഷേകം എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാനും സൂര്യയും ശിവാനിയും ശിവതയും ഒപ്പം ആശയുടെ മക്കളായ ഗൗരിയും കണ്ണനും എല്ലാം കൂടി ഡിസംബർ 31, അതായത് ഏതാനും മണിക്കൂറുകൾക്കകം പുതുവർഷം പിറക്കുകയാണ്. അങ്ങനെ നമ്മൾ മനോഹരമായ ആ കാഴ്ചകൾ കാണാനായി ശാന്തിഗിരി ഫെസ്റ്റിൽ എത്തിയിരിക്കുകയാണെന്ന് നമുക്കിതിൻ്റെ ദൃശ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കപ്പം ഏതാണ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ ആലോചിക്കുക. നമുക്ക് മേളിൽ ഹാപ്പി ന്യൂ ഇയർ കാണുന്നുണ്ട്, കാരണം മുൻകൂട്ടി സജ്ജീകരിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുഷ്പത്തിൻ്റെ ആ പുഷ്പങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. ദൂരെ ആനകളെ കാണാം. വളരെ മനോഹരമായിട്ട് ആനകളെ നിർമ്മിച്ചിട്ടുണ്ട്. കാഴ്ചകൾ കാണുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്കും കൗതുകമാകുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നക്ഷത്രവനം ആണ് പിന്നെ കാണുന്നത്. നക്ഷത്രവനം തികച്ചും ഒരു നക്ഷത്രവനം തന്നെയാണ്. കാരണം അതിൻ്റെ അകത്തൊരു വനത്തിൻ്റെ പ്രതീതിയാണ് അതിൻ്റെ അകത്ത് നമ്മൾ കയറിയാലുണ്ടാകുന്നത്. അല്ലാത്തൊരു ഒരു വനത്തിനകത്ത് നമുക്ക് നിൽക്കുന്ന പ്രതീതിയാണ്. ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ കൂടി നമുക്കൊരു യഥാർത്ഥ വനത്തിൻ്റെ ഫീൽ നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു. ഒപ്പം സെൽഫി, അല്ലെങ്കിൽ നമ്മൾ സെൽഫി ഫോട്ടോ എടുക്കാനായിട്ടുള്ള സെക്ഷനിൽ ശിവാനി, ശിവത, ഗൗരി, കണ്ണനെല്ലായിരുന്നു. ഇത് മുമ്പുണ്ടായിരുന്ന വെച്ചൂർ പശുക്കളുടെ, വിവിധതരം പശുക്കളുടെ, അതായത് ഏറ്റവും ഗുണമേന്മയേറിയ വില കൂടിയ പാല് നൽകുന്ന ഒരു പശുവാണ് വെച്ചൂർ പശു. ആ വിവിധതരം പശുക്കളെയാണ് നമ്മൾ കാണുന്നത്. അടുത്ത നമ്മൾ എത്തുന്ന അരയന്നങ്ങളുടെ വീടിലേക്ക്. യഥാർത്ഥത്തിൽ അരയന്നങ്ങളുടെ വീട് തന്നെയാണത്. വളരെ മനോഹരമായ സജ്ജീകരിച്ച പൂന്തോട്ടം, അതിൻ്റെ മധ്യത്ത് അരയന്നങ്ങൾക്ക് താമസിക്കുവാനായിട്ട് അവരുടേതായ രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ സെക്ഷനുണ്ട്. അപ്പോൾ അരയന്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടേതായ രീതിയിൽ ഒരു ജലാശയം ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ അകത്ത് അരയന്നങ്ങളെ അവരുടെ ഒരു ലോകം തീർത്തിരിക്കുകയാണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. നമുക്ക് അതിൽ അരയന്നങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ ഭംഗിയായി, വളരെ നല്ല രീതിയിൽ തന്നെ ആ അരയന്നങ്ങൾക്ക് താമസിക്കേണ്ട അവരുടെ ആവാസ വ്യവസ്ഥ വളരെ മനോഹരമായി തന്നെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ വലിയൊരു പ്രദേശത്ത് ഇങ്ങനെയുള്ള പക്ഷികൾക്ക്, അല്ലെങ്കിൽ അരയന്നങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ള അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ അതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണിത്. അടുത്തതായി ഒരു പാവയെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. വളരെ മനോഹരമായ രീതിയിൽ ആ പാവയെ നിയന്ത്രിക്കുന്നുണ്ട്. ഇത് വിവിധ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 1, 2, 3 പ്രാവശ്യമാണ് ആയിട്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തത്. പല പ്രാവശ്യമായിട്ടാണ് ഒന്നും വന്നത്. പാവയൊക്കെ ഇടയ്ക്ക് വന്നതാണ്. ആ സമയത്ത് ഞാനും ശിവാനിയുമാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ശിവാനിയുമായിട്ടുള്ള സംഭവമാണ് നമുക്കിവിടെ കാണാൻ പോകുന്നത്. പാവ ശിവാനിയായിട്ട് എന്തൊക്കെ ചെയ്യുന്നു. ശിവാനിക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് പാവയെ കാണുമ്പം. എങ്കിലും എന്ത് ചെയ്യണമെന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണ്. എന്തായാലും പാവ ശിവാനിയെ ഒന്ന് കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ശിവാനി ചിരിച്ച് ചുറ്റുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ണാടി പൊക്കി പാവ നോക്കുന്നുണ്ട്, ശിവാനിയെ നോക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നു നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ആ പാവ തലയൊക്കെ ആട്ടുന്നുണ്ട്. ഒരു അടി കൊടുക്കുന്നു ശിവാനിക്ക്. ഒരു കാലിൻ്റെ ചവിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ കാണുന്നതെന്ന് പറയുന്നത് വളരെ മനോഹരമായ വിവിധ ഇനം
എന്താണ് നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ഭംഗിയായിട്ട് കൈകൊണ്ടും മറ്റുമൊക്കെ ഉണ്ടാക്കിയെടുത്ത വിവിധതരം സാധനങ്ങളാണ് നമ്മൾ കാണുന്നത്. തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവിടെ നമുക്ക് കാണാം. ഇത് ഐസ് കൊണ്ട് ഐസ് കാർവിങ് അതാണ് കാണുന്നത്. ഐസ് എടുത്ത് അതിലോരോ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. തികച്ചും മനോഹരം തന്നെയാണ്. ഓരോരുത്തരെ പ്രശംസിക്കാതെ വയ്യ. ഓരോ വിഭാഗം അവരുടെ ആ രീതിയിൽ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് 24 ന്യൂസിൻ്റെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ പവലിയിലേക്കാണ്. ശിവത അവിടെ നിന്ന് കപ്പലിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പവലിയിൽ കയറാൻ തയ്യാറെടുപ്പിലാണ് ശിവതയും. അപ്പോൾ അവിടുത്തെ കുട്ടേട്ടൻ, അതായത് നമ്മുടെ ഫ്ലവേഴ്സ് 1 കോടിയിൽ ശ്രീകണ്ഠൻ നായരുമായിട്ട് സമ്പാദിച്ചുകൊണ്ടിരുന്ന ശ്രീനായരെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടേട്ടനെ കാണാനാണ് പോകുന്നത്. അതെന്തായാലും എല്ലാവർക്കും ഒരു പ്രത്യേക ഇതാണ്. കാരണം കുട്ടേട്ടനും സംസാരിക്കുക തിരിച്ച് കുട്ടേട്ടൻ ഉത്തരങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു കൗതുകം തന്നെയായിരുന്നു. അതേ സംഭവം തന്നെയാണ്, അതേ കുട്ടേട്ടൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ഫ്ലവേഴ്സ് ഷോയിലുണ്ടായിരുന്ന അതേ ആ ഒരു കുട്ടേട്ടനെ തന്നെ ഇവിടെ അതുപോലെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണെന്ന് അവർ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. പിന്നെ വില്ലുവണ്ടിയുണ്ട്, പഴയകാലത്തെ വില്ലുവണ്ടി, അതിവിടെ നമുക്ക് കാണാം. അടുത്തത് നമ്മൾ പോകുന്നത് പക്ഷികളുടെ സ്വതന്ത്ര ലോകത്തേക്കാണ്. പക്ഷികളെ സ്വതന്ത്രമായി തുറന്നുവിട്ടിരിക്കുന്ന ലോകത്തേക്കാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതിൻ്റെ ഇടത് സൈഡിനായിട്ട് നമുക്ക് നോക്കാം. അവിടെ ഒരു കുതിര നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ കുതിരയിലോട്ട് പോട്ടെ. യെസ്, ഒരു കുതിര നിൽപ്പുണ്ട്. മുയൽ കുഞ്ഞുങ്ങളുണ്ട്. വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. പക്ഷികൾ കൂട്ടിനകത്തായിട്ട് അതുപോലെ തന്നെ വളരെയധികം തുറന്നിങ്ങനെ വിട്ടിരിക്കുകയാണ്. പക്ഷികൾക്ക് സ്വതന്ത്രമായിട്ട് കാട്ടിലെ മറ്റുമൊക്കെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അതുപോലെ പക്ഷികളെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ തികച്ചും അവർക്ക് സ്വാതന്ത്ര്യത്തോടെ പറന്ന് കളിക്കുവാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ട് ലൈറ്റുകളും മറ്റുമൊക്കെ സജ്ജീകരിച്ചുകൊണ്ട് തന്നെ ആ പക്ഷികളെ കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷികൾ ഒരുപാട് പറന്ന് കളിക്കുന്നുണ്ട്. പക്ഷികൾ തികച്ചും തുറന്നു വിട്ടിരിക്കുകയാണ്. പക്ഷികളുടെ ആ ഒരു സ്വതന്ത്ര ലോകം തന്നെയാണ്. പക്ഷികൾക്ക് സാധാരണ സ്വാതന്ത്ര്യമില്ല കൂട്ടിലടയ്ക്കുന്നെന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മളെത്തുന്നത് നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്താണ്. അവിടെ ആ താമരയും മറ്റുമൊക്കെ വളരെ മനോഹരമാണ്. പാറക്കെട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും വളരെ മനോഹരം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ദൃശ്യങ്ങൾ ഒരിക്കലും ഇതാണെന്ന് പറയാൻ പറ്റില്ല. അടുത്ത വൈൽഡ് ഗാർഡൻ. ഈ വൈൽഡ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ വൈൽഡ് അനിമൽസ്, അതായത് കാട്ടിലെ മൃഗങ്ങളും മറ്റുമൊക്കെ ഒറിജിനൽ അല്ലെങ്കിലും അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ കണ്ടാൽ ഒരു ഒറിജിനൽ നമ്മുടെ കാട്ടിനകത്ത് അകപ്പെട്ട പോലെ തന്നെയാണ്. സിംഹവും മാനും കടുവയും എല്ലാം ഉണ്ട്. മിക്കവാറും എല്ലാ വന്യജീവികളെയും നമുക്ക് അതിൻ്റെ പല ഭാഗങ്ങളായിട്ട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഏക്കർ കണക്കിനുള്ള ഭാഗങ്ങളിൽ വളരെ മനോഹരമായിട്ട് ഒരു വനം അല്ലെങ്കിൽ ഒരു വന്യജീവി സങ്കേതം തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മിക്കവാറും ഉള്ള എല്ലാ മൃഗങ്ങളും ഉണ്ട്. അതിൻ്റെ രീതിയിലുണ്ട്. അതിൻ്റെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അവിടെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. വെള്ളച്ചാട്ടം ലൈറ്റിൽ വളരെ ഭംഗിയാണ്. വെള്ളച്ചാട്ടം ഒപ്പം മറ്റൊരു ഭാഗം ആ ലൈറ്റിൽ കൂടെ മറ്റൊരു വെള്ളച്ചാട്ടം നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭംഗി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അടുത്ത നമ്മളെത്തുന്നത് നവ ആരോഗ്യ ധർമ്മ കേന്ദ്രത്തിൻ്റെ പവലിയനാണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ആണ് ഇവിടെ കാണുന്നത് തോന്നുന്നു. ഇവിടെ കൂടുതൽ ചിലവഴിച്ചില്ല. നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങി. വളരെ കുറച്ചുള്ളായിരുന്നു, ആരെയും കണ്ടില്ല. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അതായത് ചിരിക്കാത്ത മനുഷ്യൻ, അതായത് അദ്ദേഹത്തെ ചിരിപ്പിക്കുകയാണെങ്കിൽ 1,00,000 രൂപയാണ് സമ്മാനം. ഇതൊരു വ്യത്യസ്തമായ സംഭവം തന്നെയായിരുന്നു. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം പരിശീലിച്ച് ചിരിക്കാതിരിക്കുന്ന ഒരു വ്യക്തി. അതായത് എത്ര ശ്രമിച്ചാലും ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അദ്ദേഹത്തെ ചിരിപ്പിക്കാൻ ശ്രമിക്കാം. എങ്ങനെ വേണമെങ്കിലും എനിക്കൊന്ന് പലരും ശരീരത്തിൽ തൊട്ടുപോലെ ഇക്ലിയാക്കി പോലെയൊക്കെ ചിരിപ്പിക്കാൻ ശ്രമിക്കാൻ എന്നുള്ളൊരു അവസ്ഥയാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഈ ഫെസ്റ്റിൽ ചിരിച്ചതില്ല എന്നാണ് ഉള്ള സംഭവം ആണ് ഏറ്റവും ഇത്. കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും പോകുന്നുണ്ട്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് അവിടെ കാണുന്നത്. ഒരുപാട് ഒരു കുട്ടിയാണെങ്കിൽ വളരെയധികം ശ്രമിച്ചു അദ്ദേഹത്തെ ചിരിപ്പിക്കാൻ. മണിക്കൂറുകളോളം ശ്രമിച്ചുവെങ്കിലും പറ്റുന്നില്ല. പലരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചുവെങ്കിലും പലരും തോറ്റുപോവുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരിക്കാം. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവ് ഏറ്റവും പ്രധാനം തന്നെയാണ്. പല സന്ദർഭങ്ങളിലും നമ്മളൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ കണ്ട് ചിരിച്ചു. പക്ഷേ ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ കാര്യം കൈകാര്യം ചെയ്യുകയാണ്.
അപ്പോൾ വളരെ മനോഹരമായ ഒരു സംഭവം തന്നെയായിരുന്നു ഈ ചിരിക്കാത്ത മനുഷ്യനും. അപ്പോൾ ചിരിക്കാത്ത മനുഷ്യൻ കഴിഞ്ഞ് നമ്മൾ ഹണിനഗർ, അതായത് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട തേനിൻ്റെ വിഭുതമായ രൂപം, ചെറുതേനും പെരുന്തേനും എല്ലാം ഉണ്ട്. അതിൽ ചെറുതേനിൻ്റെ മനോഹരമായ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വില കൂടുതലാണ്, എങ്കിലും ചെറുതേൻ ഒരു ധാരാളമായി ഉണ്ടായിരുന്നു. ചെറുതേൻ ഞാൻ വാങ്ങി ഒരു ചെറിയ സാമ്പിൾ കുപ്പി വാങ്ങി നോക്കി. അപ്പോൾ ചെറുതേനിൻ്റെ മനോഹരമായ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ തേനിൻ്റെ മനോഹരമായ ദൃശ്യമാണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് മിലൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പവലിന് ഒരു ധാരാളം പവലിനുണ്ട്. അതിനോടൊപ്പം ഈ കാണുന്ന മുട്ടായികൾ, പണ്ട് കാലത്തെ മുട്ടായി എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ടായി, അതെല്ലാം തന്നെ പറ്റിപ്പാണ്, പറയാതിരിക്കാൻ വയ്യ. അമ്മ സ്വീറ്റ്സിൻ്റെ എല്ലാം കളർഫുൾ മാത്രമേ എല്ലാം ഒരു ശർക്കര ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ സോളാറിൻ്റെ ഒരു കാണാം. ഏറ്റവും പ്രധാനമായി നമ്മൾ പോയ സ്ഥലമാണ് ഈ കാണുന്ന ആയുർവേദ ഉൽപ്പന്നം, താരനും മാറ്റുവാനുള്ളൊരു വെൽനസ് സെൻ്റർ ആണ്. അവിടെ മനോഹരമായ ഒത്തിരി പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി പ്രോഡക്റ്റുകൾ പല പ്രാവശ്യം ഇത് വാങ്ങുന്നതിന് വേണ്ടിയാണ് 2-3 പ്രാവശ്യം അവിടെ പോയപ്പോൾ നമുക്ക് വീഡിയോയിലാക്കാൻ പറ്റി. ഇതിലേറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ, ഈ ഫെയർനെസ് ജെല്ല് പോലുള്ള സംഭവങ്ങൾ, ഫലപ്രദമായ നടുവേദനയ്ക്ക് മറ്റുള്ള ഇത്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനുള്ളത്, പേൻ സംഹാരി ഏറ്റവും നല്ലതാണ്. അടുത്ത് നമ്മൾ കാണുന്ന അന്നപൂർണേശ്വരി പ്രോഡക്റ്റിൻ്റെ പാലക്കാടൻ കൽപ്പാത്തി വെജിറ്റബിൾ പപ്പടമാണ്. ഈ പപ്പടം വാങ്ങി, വളരെ മനോഹരമാണ്. വിവിധ രീതിയിലുള്ള പപ്പടങ്ങളുണ്ട്, ശർക്കരയുണ്ട്, അതും വളരെ മനോഹരമായിരുന്നു. അങ്ങനെ അതും വാങ്ങി നമ്മൾ സാമ്പിളൊക്കെ കഴിച്ചു നോക്കി. ജിമിക്കി കമ്മൽ സെക്ഷൻ, അതായത് കുട്ടികളുടെ ഫാൻസി ഐറ്റംസ് ആണ്. നമ്മൾ അതിനൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. നമ്മൾ മുന്നോട്ട് പോയി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന മനോഹരമായ പ്രോഡക്റ്റാണ്. ഇത് ഞാൻ വാങ്ങി നോക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. ഒപ്പം അതിലൊരു വീഡിയോ അയച്ചു തന്നു, നമുക്ക് നോക്കി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വാങ്ങി. തൊട്ടടുത്ത് തന്നെ അടുത്തത് അലുവ. ഈ അലുവ കണ്ടിട്ട് വാങ്ങിയില്ല. കാരണം എന്ന് പറയുന്നത്, മുമ്പ് ഒരിക്കൽ ഇതിൻ്റെ അലുവ സാമ്പിൾ കഴിച്ച് വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്ന എൻ്റെ ഒരു സുഹൃത്തിന് ഫുഡിൻ്റെ പ്രശ്നം, ഫുഡ് പോയ്സൺ ഉണ്ടായി. അതുകൊണ്ട് അത് വാങ്ങിയില്ല. നാടൻ പ്രകൃതി ഉൽപ്പന്നങ്ങളാണ്. പിന്നെ നമ്മൾ വയനാട് നാടൻ പ്രകൃതി ഉൽപ്പന്നങ്ങളാണ്. ഒരുപാട് രീതിയിലുള്ള പ്രകൃതിയിലെ ഉൽപ്പന്നങ്ങൾ ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പലതും വില കൂടുതലായതുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു സാധനങ്ങൾ വാങ്ങാതെ തന്നെ പോകേണ്ടി വന്നു. എങ്കിലും ഒരുപാട് രീതിയിലുള്ള ഐറ്റംസ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വിവിധതരം വിത്തിനങ്ങൾ കാണാം. മനോഹര വിത്തിനങ്ങളാണ്. ഹരിത കേരളം, സുന്ദര കേരളം എന്നുള്ള രീതിയിൽ ഒരുപാട് വിത്തിനങ്ങളുണ്ടായിരുന്നു. പല രീതിയിലുള്ള വിത്തുകൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വിത്തുകൾ പോലും ഇവിടെ ഉണ്ടായിരുന്നു. അതിന് കാട്ടുതൈലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തൈലം ഞാനും വാങ്ങി. കാരണം നമ്മുടെ ശരീര വേദനയ്ക്കുള്ള തൈലം വാങ്ങിയിരുന്നു. കാട്ടുതൈലം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒറിജിനലാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അതിൻ്റെ വാങ്ങിയിട്ടുണ്ട്, ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ കാട്ടുതൈലം അതിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അങ്ങാടിപ്പുര, മരുന്നുകളുടെയും മറ്റു സെക്ഷനാണ്. അങ്ങാടിപ്പുരയിലായിട്ടാണ് നമ്മൾ പോയത്. അവിടെ മില്ലറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും പ്രത്യേകതയുള്ള സ്ഥലം തന്നെയായിരുന്നു. ഒരുപാട് രീതിയിലുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. നെല്ലിക്കാത്തോട്, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, അമുക്കൂരം, അങ്ങനെ തുടങ്ങി നമ്മൾ കണ്ടില്ലാത്ത ഒരുപാട് അങ്ങാടി സാധനങ്ങളും ഒത്തിരി സാധനങ്ങളും. ആ ഒരു പ്രത്യേക ഒരു മണം തന്നെ. വേങ്ങാക്കാതൽ, കഴഞ്ചിക്കുരു, ഇരട്ടിമധുരം, നറുനിണ്ടി, നന്നിൻ്റെ സർബത്തൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നട്ട്സ് ഐറ്റംസ് ഒത്തിരി മനോഹരമായിട്ടുള്ള, അതെല്ലാം ഒറിജിനലാണെന്നാണ് പറയുന്നത്. തക്കോലം എല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി നല്ല കാര്യങ്ങളായിരുന്നു അവിടെ. നമ്മൾ ഈ പോയ്ക്കാനുള്ള ഓച്ചട്ടികൾ ഇരിപ്പുണ്ട്. കുമ്പളം ഇരിപ്പുണ്ട്. അവിടെ കണ്ട ഒരു പ്രധാനമാണ് അങ്ങാടിപ്പെട്ടി. ഇത് അങ്ങാടിപ്പെട്ടി അങ്ങനെ എന്തോണ് ഇത് പറഞ്ഞത്, എൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ചീലാന്തിപ്പട്ട, നാൽപ്പാമരപ്പട്ട, വേപ്പിൻപെട്ട, ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. കുറുന്തോട്ടി വേര്, വയൽപ്പുളി, തഴുതാമ, കരിഞ്ചീരകം, കുടംമഞ്ഞളുണ്ടായിരുന്നു, ചുക്ക്. എല്ലാം വായിക്കാൻ പറ്റുന്നില്ല, കാരണം വളരെ സ്പീഡിന് പോകുന്നുണ്ടല്ലോ. എല്ലാം വായിക്കാൻ പറ്റത്തില്ല. എന്തായാലും മനോഹരമായിട്ടുള്ള പഴയ ആയുർവേദ ആചാര്യന്മാരുടെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു പഴയ ആയുർവേദത്തിൻ്റെ ഒരു ഇതൊക്കെ അവിടെ ആർട്ടിഫിഷ്യലായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. വിവിധതരം ഇതാണ് ചെയ്തിട്ടുണ്ട്. അത് വളരെ മനോഹരമാണ്. ഇവിടെ പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ചൊക്കെ ഉള്ള രീതിയിലൊക്കെ, മർമ്മ ചികിത്സ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധ പ്രതിമ കാണാം അവിടെ.
ശാന്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ആയുർവേദം ആയിരുന്നാലും അലോപ്പതിയിൽ ആയുർവേദം അതുപോലെ സിദ്ധം അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ടതുണ്ട്. CPRനെ കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അബോധാവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡെമോ ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മരുന്നുകളും ആയുർവേദ മരുന്നുകളും അതുപോലെ തന്നെ മറ്റുള്ള സിദ്ധ മരുന്നുകളൊക്കെ ധാരാളം കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സിദ്ധ മെഡിക്കൽ കോളേജ് ഉള്ളത്, ഒരു പ്രധാനപ്പെട്ട സിദ്ധ മെഡിക്കൽ കോളേജ് ഉള്ളത് ശാന്തിഗിരി ആശ്രമത്തിലാണ്, പോത്തൻകോട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ അതുകൊണ്ട് ഒറിജിനലായിട്ട് നമുക്കവിടെ കിട്ടും. ഒരുപാട് കൃഷി ചെയ്യുന്നുമുണ്ട് അവിടെ. അതുപോലെ തന്നെ മില്ലറ്റ് ഉപയോഗിച്ച് പലതരം വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ള പരസ്യങ്ങൾ, മനുഷ്യ ശരീരത്തെക്കുറിച്ച്, ഹ്യൂമൻ ബോഡിയെക്കുറിച്ച്, അതായത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ എങ്ങനെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിലുള്ള വിവിധ ഇത് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ അവിടുത്തെ ഓരോ ഒന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും നാച്ചുറലാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് അതിന് വരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം വിവിധയിനം എന്താണ് ചികിത്സാ രീതികളെക്കുറിച്ചും വിവിധയിനം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന വിവിധയിനം സാധനങ്ങളെക്കുറിച്ചും, ഒപ്പം നമ്മൾ എന്തെല്ലാം ഭക്ഷണം 32 തരം ഉൾമരുന്നുകളാണ് ഈ കാണുന്നത്. 32 ഉൾമരുന്നുകൾ, നമ്മുടെ ഉള്ളിൽ കഴിക്കാനുള്ള ഉൾമരുന്നുകൾ, ഇന്റേണൽ മരുന്ന്, ഉള്ളിലോട്ട് കഴിക്കാനുള്ള 32 മരുന്നുകളാണ് കാണുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായ ആയുർവേദവും സിദ്ധവും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആയുർവേദ മരുന്നുകളെക്കുറിച്ച്, സിദ്ധ മരുന്നുകളെക്കുറിച്ച് വളരെയധികം നല്ല വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ഇവിടെ നമുക്ക് നേടുവാൻ കഴിയും. പഴയ രീതിയിലുള്ള ആഹാരം വേവിക്കുന്ന രീതിയും മെത്തേഡൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ആഹാരങ്ങൾ തന്നെയാണ് സിദ്ധ നാഡീശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സിദ്ധ മെഡിസിനെ കുറിച്ചുള്ള സിദ്ധത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് തന്നെ ഇവിടെയാണ്, ശാന്തിഗിരിയിലാണ്. സിദ്ധത്തിലെ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ്, ഒപ്പം സിദ്ധ ഔഷധങ്ങളുടെ ഉറവിടങ്ങൾ, അവയിൽ നിന്ന് നിർമ്മിക്കാൻ പറ്റുന്ന മരുന്നുകളെ കുറിച്ചുകൂടെ കാണിച്ചിട്ടുണ്ട്. ഔഷധങ്ങളും അവയിൽ നിന്ന് നിർമ്മിക്കാൻ പറ്റുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോരോ എന്തിൽ നിന്നൊക്കെയാണ് ഈ മരുന്നുകൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് അറിവുകൾ, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദിച്ച് മനസ്സിലാക്കുവാനും മറ്റുമൊക്കെ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ. ഏറ്റവും സിദ്ധ മരുന്നുകളെക്കുറിച്ച്, സിദ്ധ ഔഷധങ്ങളെക്കുറിച്ച്. ഇതാണ് മണിക്കടൈ നൂൽ ചികിത്സാ രീതി. അതായത് സിദ്ധ വൈദ്യത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒന്നാണ് മണിക്കടൈ നൂൽ സിദ്ധരീതി. ചേർത്ത് വെച്ച കൈവിരലുകളുടെ അളവുകൾ എടുത്തുകൊണ്ട് അതിൽ നിന്നും അതിൻ്റെ അളവെടുത്ത് അതിൽ മനസ്സിലാക്കി അവരുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്ന് നോക്കി ആ ഒരു അളവനുസരിച്ച് മനുഷ്യന് രോഗം പറയുന്ന ഒരു രീതിയാണ് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ ഒരു ചികിത്സാ രീതിയോട് എനിക്ക് വലിയ യോജിപ്പില്ല എന്നുള്ള കാര്യം ഞാൻ രേഖപ്പെടുത്തുന്നു. കാരണം അവിടെ മിക്കവാറും എല്ലാ പേർക്കും ഒരേ റിസൾട്ടാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാനിത് വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരറിഞ്ഞിരുന്നില്ല. പക്ഷേ ആ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എടുക്കരുതെന്നും പറയുന്നുണ്ട്. എങ്കിലും ശിവാനി ഇരുന്ന സമയത്ത് ഞാൻ വീണ്ടും എൻ്റെ ക്യാമറ ഓണാക്കി എന്താണ് ചെയ്യുന്നത് കാണാൻ വേണ്ടി. അവർ ആ കൈയുടെ അളവെടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവിരൽ മടക്കി ചേർത്ത് വെക്കാൻ പറയുന്നതിന് ശേഷം കൈയുടെ ചുറ്റുമുള്ള ആ ഒരു അളവെടുത്ത് കൈവിരലുകൾ അതെ മൊത്തം അടുക്കി ചേർത്തിട്ട് അതിൻ്റെ ഒരു അളവെടുക്കുന്നുണ്ട്. എന്താണിതിൽ ശാസ്ത്രവശമെന്ന് അറിയില്ല. അതിൻ്റെ അളവൊക്കെ എഴുതി വെച്ച് നോക്കിയിട്ട് കാണുന്നതാണ് മണിക്കടൈ നൂലിനെ കുറിച്ച് പറയുന്നത്. വെറും നൂല് കൊണ്ട് മാത്രം ഉപയോഗിച്ച് ഒരാളുടെ എടുത്ത് ചേർത്ത് വെച്ച കൈവിരലിലൂടെ അതിൻ്റെ അകലം അളന്ന് കിട്ടുന്ന ഇവിടെ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നു. അഗസ്ത്യമുനിയുടെ ഒരു പടം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വിജ്ഞാനപ്രദമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ വളരെയധികം വിജ്ഞാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ശാന്തിഗിരി ഈ ഫെസ്റ്റ് രണ്ടാമത്തെ സെക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകം നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെ നമ്മൾ വിവിധ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വിവിധ ചിത്രങ്ങൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എത്തുന്നതെന്ന് പറയുന്നത് അവിടുത്തെ ആയുർവേദ മരുന്നുകൾ, സോപ്പുകൾ, അങ്ങനെയുള്ള വസ്തുക്കൾ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇവിടെയൊക്കെ ഒരു പ്രത്യേകത വല്ലാത്തൊരു മണം, അല്ലെങ്കിൽ നല്ലൊരു ആയുർവേദത്തിൻ്റെയും മറ്റൊക്കെ ഒരു മണം, ആയുർവേദ മരുന്നുകളുടെയും സോപ്പുകളുടെയൊക്കെ ഭയങ്കരമായൊരു മണം അല്ലെങ്കിൽ ആ ഒരു സുഗന്ധം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വാസ്തവമായിരുന്നു.
അപ്പോൾ അവിടെ നമ്മുടെ മരുന്നുകളൊക്കെ എടുത്തിരിക്കുന്ന ആളിനെ കാണാം. അപ്പോൾ ചർമ്മശുദ്ധി എന്ന് പറയുന്നൊരു സോപ്പാണ് ഏറ്റവും മനോഹരമായി. ഞാൻ ചർമ്മ മഹിമ ഈ സോപ്പുകൾ വളരെ മനോഹരമായതാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. അത് നല്ല മരുന്നുകളാണ്. നമ്മുടെ ശിവതാണ് കൊണ്ട് ഓരോന്നും വിലയിരുത്തി അതിനേക്കാൾ മണമൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓരോന്നും വിലയിരുത്തിയാണ്. അതെങ്ങനെ ഉണ്ടെന്ന് നോക്കുന്ന ശിവതയെ നമുക്ക് ചിത്രത്തിൽ കാണാം. ഓരോന്നും പ്രത്യേകം നോക്കുന്നുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു സംഭവം, എടുത്ത് നോക്കുകയാണ്. അത് ഏറ്റവും മനോഹരം എന്നാണ് പറയുന്നത്. കാരണം അതിനെ മണമൊക്കെ കിട്ടി വന്ന ഏറ്റവും നല്ല സാധനമെന്ന് എടുത്ത് നോക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ ശിവത എനിക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടു. സോപ്പുകളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ സോപ്പ് എണ്ണം വേണമെന്ന് പറയുന്നുണ്ട്. അത് ഒരു സോപ്പ് വാങ്ങിയിട്ടുണ്ട്. ആ ഒരു മണത്തിന് അതിലൊരു മണം, അതിലൊരു വല്ലാത്തൊരു മണമാണ്. ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തെ ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിക്കും. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തത് 450 രൂപയ്ക്ക് ഒരു ഉത്സവ സദ്യയുണ്ട്, 72 വിഭവങ്ങളുമായിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു ആവശ്യമില്ലാത്ത സംഭവം തോന്നുന്നതാണ്. 72 ഇനം വെച്ച് 480 രൂപയ്ക്ക് നമുക്ക് 6 പേർക്ക് വിഭവസമൃദ്ധമായി വെളിയിൽ നിന്ന് കഴിക്കാം. പിന്നെ കാണുന്ന ഹാപ്പിനെസ് ഗാർഡനാണ്. ഈ ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഇവിടെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കുന്നൊരു ഗാർഡൻ തന്നെയായിരുന്നു. അവിടെ അതിന് വേണ്ടിയിട്ട് ഉള്ള സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കണ്ട് ക്രമേണ മുന്നോട്ട് നടക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വളരെ ദൂരം പോയി കഴിഞ്ഞു. ഞാൻ അവരെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് വളരെയധികം മുന്നോട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് പല ഭാഗങ്ങളിൽ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും കാണുന്നില്ലായിരുന്നു. കൂടെ വന്ന ആരെയും കാണുന്നില്ല. അപ്പം നോക്കി ദൂരെ സൂര്യ നമുക്ക് കാണുന്നുണ്ട്. സൂര്യ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, വഴി മാറിപ്പോയിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ശാന്തിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് വീണ്ടും അന്വേഷിച്ച് നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പോകുന്ന ഈ കാണുന്നതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വിവിധതരം ചെടികളാണ്, പൂക്കളാണ്. ധാരാളം പൂക്കളുണ്ടായിരുന്നു വിൽപ്പനയ്ക്ക് വേണ്ടി. പൂക്കളും ചെടികളും മറ്റുള്ള പല രീതിയിലുള്ള വെറൈറ്റി സംഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഇവയെല്ലാം വില കുറവാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ച് പലതിനും നല്ല വിലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ചെടികളൊന്നും വാങ്ങാൻ പറ്റില്ല. കാരണം വില കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെളിയിലുള്ള വിലയേക്കാളും ചിലതിനൊക്കെ നല്ല വിലയുണ്ടായിരുന്നു. ബൊഗൈൻവില്ലയിൽ നോക്കിയപ്പോൾ ബൊഗൈൻവില്ല വില്ലേജാണ്. ബൊഗൈൻവില്ല വില്ലേജ് അതിൽ നോക്കി ആൾ കുറവായിട്ട് ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് കയറി മൊത്തത്തിൽ അതിനെ ചുറ്റും ഒരു ഒന്ന് കണ്ണോടിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ വീഡിയോയിൽ അത് പകർത്തുകയും ചെയ്തു. അപ്പം ബൊഗൈൻവില്ല വില്ലേജാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് റോബോ വേൾഡ്, അതായത് റോബോട്ടുകളുടെ ലോകമാണ് ഈ കാണുന്നത്. 50 രൂപയാണ് ഒരാൾക്ക് ഫീസ്. അതിൻ്റെ പുറമെ നമ്മൾ ഇതിനെയൊക്കെ നോക്കി മനസ്സിലാക്കിയെങ്കിലും അകത്ത് കയറുന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ താല്പര്യം ഇല്ല. റോബോട്ടിക് ഷോ കാണാനായിട്ട് വലിയ താല്പര്യമില്ല. കാരണം റോബോട്ടിക് ഷോ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ ഷോ. അതുകൊണ്ട് തന്നെ അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. നമ്മൾ തൊട്ടടുത്ത് സ്നോ വാലി, അതായത് മഞ്ഞിൻ താഴ്വരയാണ്, അതാണ് നമുക്ക് ലക്ഷ്യം. അങ്ങനെ നമ്മൾ അവിടെ 50 രൂപ ടിക്കറ്റ് ഓരോരുത്തരും എടുത്ത് അതിൻ്റെ അകത്ത് കയറി. നല്ല തണുപ്പായിരുന്നു. ഇവിടെ ഒരു പ്രത്യേകത, ഐസുകൾ തറയിൽ പാകി ഐസുകൾ കൊണ്ട് AC ഒക്കെ ആയിട്ട് ഐസുകൾ കൊണ്ട് സജ്ജീകരിച്ചിരുന്നു. കറക്റ്റ് ഒരു മഞ്ഞ് പ്രദേശം പോലെ തന്നെയാണ്. സൈഡൊക്കെ നമ്മൾ മനോഹരമായിട്ടുള്ള പഞ്ഞികൾ കൊണ്ടൊക്കെ സജ്ജീകരിച്ചിരുന്നു. കണ്ടു കഴിഞ്ഞാൽ മൊത്തം നമ്മളൊരു കാശ്മീരിലോ മറ്റൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അന്റാർട്ടിക്കയിൽ പെൻഗിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയോ അതുപോലൊരു ഇതുണ്ടാക്കിയിരുന്നു. പിന്നെ ഒരു പ്രത്യേകത, ഇത്രയും യാത്ര ചെയ്ത് വരുമ്പോൾ ക്ഷീണിച്ച് വരുമ്പോൾ വളരെ ചൂടൊക്കെ എടുത്ത് വേർത്ത് കുളിച്ച് വരുന്ന സമയത്തെന്ന് പറയുന്നത് ഇവിടെ ഈ മഞ്ഞിൻ താഴ്വര എന്ന് പറയുന്നത് വളരെ സുഖം തോന്നുന്നൊരു ഫീല് തന്നെയാണ്. ശിവത ഇറങ്ങാനൊക്കെ മടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ശിവാനിയും ഗൗരിയും കണ്ണനൊക്കെ പോകുന്ന കണ്ട് ശിവതയ്ക്കതിൽ ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ശിവതയും അതിലോട്ട് ഇറങ്ങാനായിട്ട് പരിശ്രമിക്കുന്നു. ശിവാനിയാണെങ്കിൽ അതിലോട്ട് ഓടി കളിക്കുകയാണ്. നല്ല തണുപ്പുള്ള മഞ്ഞിൻ കട്ടകളാണ് ഇട്ടിരിക്കുന്നത്. സൂര്യയും ആശയും ഒത്തിരി മസിലൊക്കെ പിടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി നോക്കി. നല്ല തണുപ്പുള്ളത് വളരെ കാലം മരവിക്കുന്ന രീതിയിലായിരുന്നു. എന്തൊക്കെയായിരുന്നാലും വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല ഒറിജിനൽ ഒരു മഞ്ഞിൻ്റെ ആ ഒരു പ്രദേശത്തെ പോലെ തന്നെ തോന്നുന്ന രീതിയിൽ നല്ല ഒറിജിനാലിറ്റി, അതായത് അത് എന്താണ് ഒറിജിനൽ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു മഞ്ഞ് മല പോലെയൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തു പറയേണ്ടത് ഒന്നാണ്. ഇത്രയും മനോഹരമായിട്ട് 50 രൂപ ഫീസിൽ കിട്ടുന്നതെന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാൻ. പിന്നെ ഒപ്പം ഫോട്ടോ എടുക്കാനായിട്ട് പോസ്റ്റ് ചെയ്യുന്ന സൂര്യയും ആശയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അധികം നല്ല ഇത്രയും നേരം നടന്ന് പോകുന്നതിനിടയ്ക്കുള്ളൊരു സുഖം, അല്ലെ നമ്മുടെ AC റൂമിനകത്ത് റെസ്റ്റ് എടുക്കും പോലെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ചിലവഴിക്കാം. അത് അവർ പറയുന്നുണ്ട്. ശിവതയും ഗൗരി കണ്ണനൊക്കെ അവർ വളരെയധികം ആസ്വദിക്കുകയാണ്. ശിവതയ്ക്കാണെങ്കിൽ തണുപ്പൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ഐസിലിറങ്ങിയെങ്കിലും സയനോട് നടക്കുകയാണ്.
എന്നൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ണൻ ഓടി വരുന്നുണ്ട്. ശിവാനിയെയും ഗൗരിയെയും ഒപ്പം എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മഞ്ഞ് കയറിയിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് പതുക്കെ സൈഡിലോട്ട് മാറാൻ പോവുകയാണ്. അതെ, സൈഡിൽ കയറി രക്ഷപ്പെട്ട് കൈയൊക്കെ എല്ലാം അടക്കി പിടിച്ചിട്ടുണ്ട്. നല്ല ആരോഗ്യം കൂടെ ഉള്ളതുകൊണ്ട് തണുപ്പൊക്കെ എല്ലാം ആസ്വദിച്ച് കറങ്ങി കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു കാശ്മീർ പോലെ അല്ലെങ്കിൽ അന്റാർട്ടിക്ക പോലുള്ള ആ മനോഹരമായ സ്ഥലത്ത് നമ്മുടെ സമയം കുറച്ചു നേരം ചിലവഴിച്ചു. ഈ കാണുന്ന കടയിൽ നിന്നും കോളിഫ്ലവർ ഫ്രൈ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ നമ്മൾ കോളിഫ്ലവർ നല്ല പൊരിച്ചതാണ്, അത് വാങ്ങി മുന്നോട്ട് പോകുന്ന സമയത്ത് ഐസ്ക്രീം കണ്ടു. ഐസ്ക്രീം മേള കണ്ടപ്പോൾ സൂര്യ അങ്ങോട്ട് പോയെങ്കിൽ ഞാൻ സൂര്യൻ പിടിച്ച് വളരെ വേഗത്തിൽ നടന്നു. നമ്മൾ വളരെ താമസിച്ചിരിക്കുകയാണ്. എങ്കിലും ശിവാനിക്കും ഒക്കെ റൈഡുകളിൽ കയറണമെന്നൊരാഗ്രഹം പറയുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ കറങ്ങി കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വന്ന് നേരെ എത്തുന്നത് അവിടുത്തെ ആ ഹോട്ടലിലാണ്. അതായത് നമ്മൾ ദോശമേള എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ഹോട്ടലെന്നല്ല പറയുന്നത്, അത് അവിടുത്തെ ഒരു ക്യാൻറ്റീൻ പോലെ അവിടെ ചെയ്തിട്ടുണ്ട്. അത് ശാന്തിഗിരിയുടെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ മസാല ദോശ ഉണ്ടെന്ന് പറഞ്ഞു, ആദ്യം എന്നിട്ട് പറഞ്ഞു മസാല ദോശയല്ല നെയ് റോസ്റ്റേ ഉള്ളൂ. അങ്ങനെ നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞു. നെയ് റോസ്റ്റ് മസാല ദോശയ്ക്ക് ഒരേ വിലയാണ്. പിന്നെ കറികളൊന്നുമില്ല. ഈ കാണുന്ന കടകളിൽ നേരത്തെ സാധനം ഉണ്ടായിരുന്നു, അവിടെ അഴുക്ക ഫുഡായിരുന്നു. വേറെ കൊല്ലത്തോ മറ്റുള്ളൊരു പാർട്ടിയാണ് നടത്തിയത്. അഴുക്ക ഫുഡ് അത് കടച്ചിട്ട് പോയി. അപ്പം അത് കഴിച്ചപ്പോൾ തിരിച്ചിറങ്ങി ഗോസ്റ്റ് ഹൗസ് കണ്ടു. ഗോസ്റ്റ് ഹൗസിനകത്ത് കയറാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് നേരെ നമ്മൾ നടന്ന് പോയതെന്ന് പറയുന്നത് റൈഡിലേക്കാണ്. ആ റൈഡ് കയറുന്നതിനെ കുറിച്ച് ആലോചിച്ച് അങ്ങോട്ട് സഞ്ചരിച്ച് അങ്ങനെ ശിവതയും കണ്ണനെയും കൂടെ ചെറിയ റൈഡിൽ കയറ്റി. അവർ രണ്ടുപേരും ഒരു കാറിലൊക്കെ ഇരുന്ന് ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവതയ്ക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയാണ്ട് കണ്ണനും കൂടെ ഇരുത്തി കൂട്ടിന്. അങ്ങനെ ആർത്തുല്ലസിച്ച് സന്തോഷത്തോടു കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന ശിവതയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു റൈഡെങ്കിലും കയറണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശിവാനിയെ മറ്റൊരു റൈഡിൽ കയറ്റി. വേണ്ടത് പറഞ്ഞാണ്, പക്ഷേ അത് കയറി ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള സ്പീഡിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കയറിയതിന് ശേഷമാണ് കയറേണ്ടതെന്നൊരു തോന്നൽ വന്നത്. കാരണം അത്രയ്ക്ക് സ്പീഡായിരുന്നു അത്. അത് സ്ലോയിൽ പോയിട്ട് നല്ല സ്പീഡിന് കറങ്ങി വരികയാണ്. എന്തായാലും വളരെയധികം അതിലിരുന്നങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കറങ്ങി തല കറങ്ങുന്ന കണക്കൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താണ് അവസ്ഥയെന്ന് നമുക്ക് തിരിച്ചറിയാൻ ചോദിക്കാം. ആദ്യം കയറാനായിട്ട് താല്പര്യം കാണിച്ചെങ്കിലും അതിൽ കയറി ഇതിൻ്റെ സ്പീഡൊക്കെ കണ്ടപ്പോൾ വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും വളരെ അവർക്കൊരു കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ എന്തായാലും കയറാൻ പറഞ്ഞു. അതിൽ കയറി അങ്ങനെ ഏതാണ്ട് അത് നിന്നിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായി നിന്നിട്ടില്ല. ഇറങ്ങി വരാനായിട്ട് പാടാണ്. ഇറങ്ങി വരുമ്പോഴും അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശിവാനിയും ഗൗരിയും കൂടെ ഒരു വഴി ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബാലൻസ് കിട്ടാൻ സാധ്യതയില്ല. ശിവത അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട് വരാനായിട്ട് ചേച്ചി. പറ്റുന്നില്ല. അവരെന്തായാലും അതുവഴി പോകാൻ പറ്റത്തില്ല. കറക്കം പൂർണ്ണമായിട്ട് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീണ്ടും കറങ്ങി അടുത്ത എൻട്രൻസിൽ വഴി ഇറങ്ങാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് രണ്ടുപേരും. അവിടെ എന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ട്, എന്താണെന്നറിയാൻ വയ്യ. എന്തായാലും എന്തായാലും കയറണമെന്നുള്ള റൈഡിൽ കയറണമെന്നുള്ള ആഗ്രഹം സഫലീകരിച്ച് ഒരു സമാധാനവുമായി തിരിച്ച് ഇറങ്ങി വരാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും പതുക്കെ അത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. തിരിച്ച് കറങ്ങുന്നുണ്ട്.
എങ്ങനെയെങ്കിലും ഇറങ്ങാനുള്ള ആ ശ്രമം വിജയിക്കുക എന്നുള്ളതാണ് അടുത്ത് ശ്രമിക്കുന്നത്. വിജയിക്കാൻ സാധ്യതയുണ്ട്. ശിവാന് കയ്യെ കാണിക്കുന്നുണ്ട്. അതെ, വളരെ കഷ്ടപ്പെട്ട് അതെ അവർ നടന്ന് പതുക്കെ ഇറങ്ങി വീഴാനൊക്കെ പോകുന്നുണ്ടെങ്കിലും രണ്ടുപേരോട് പതുക്കെ പിടിച്ച് ഇറങ്ങി. എന്നിട്ട് ശിവതയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഓടി നടക്കുകയാണ്. ഇങ്ങനെ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ശിവതയാണെന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. സാധാരണ നേരത്തെ കിടന്ന് ഉറങ്ങാറുള്ള ആളാണ്. ഇന്നിവിടെ ഇത്രയും ആൾക്കാരും തിരക്കൊക്കെ കണ്ടപ്പോൾ ഉറങ്ങിയില്ല. ഒരു കൊച്ചുകുട്ടിയാണ് അവനെ നോക്കിയിട്ട് അങ്ങ് ഓടുകയാണ്. ഒരേ കണക്കങ്ങ് ഓടുന്നു. നമ്മൾ ബേക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് ഇടയ്ക്കിടയിൽ. Pulling up black windows when she go down. You must be crazy if you think that I'ma slow down. But wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, I'm going to try. Cause when the bullets fly, I'm the last one to die. മറ്റൊരു ആഘോഷത്തിന് തിരിച്ചു വരും, അല്ലെ തിരിച്ചു വരാം എന്ന ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് ഇന്ന് യാത്ര തിരിക്കുകയാണ്. അതായത് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ മനോഹരമായ ദൃശ്യങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു ആഘോഷത്തിന് നമ്മൾ തിരിച്ചെത്തും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകളോടെ നേർന്നുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ 2025. നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ന്യൂ ഇയർ കൂടെ പറഞ്ഞുകൊണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വിലപ്പെട്ടതാണ്. ശാന്തിലാൽ മുരുക്കുമ്പുഴ സൈനിങ് ഓഫ് യു. ഹാപ്പി ന്യൂ ഇയർ.